അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ KMCC ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ വലിയൊരു ദൗത്യത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരുപാട് നിർധനരായ ആളുകൾക്ക് വലിയ ഒരു സഹായം, കൈത്താങ്ങ് നൽകുന്ന ഒരു വേദിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ നമ്മുടെ പേര് തന്നെ വളരെ അത്യാകർഷണീയമാണ്. റമളാനു തളാമുൻ. തളാമുൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ചേർത്ത് നിർത്തുകയാണ്. അത്തളാമുൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുക. ചേർത്ത് നിർത്തലിൻ്റെ മാസമാണ് പരിശുദ്ധമായ റമളാൻ. എല്ലാ മതസ്ഥരെയും എല്ലാ വിഭാഗക്കാരെയും ചേർത്തണച്ചു പിടിക്കുന്ന ഏറ്റവും സുന്ദരമായ മാസമായിട്ടാണ് പരിശുദ്ധമായ റമളാനിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ മനുഷ്യരെ എങ്ങനെയാണ് ഉപമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മസലുൽ മുഅ്മിനീന ഫീ തവാദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ്. എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ സത്യവിശ്വാസികളെല്ലാം ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരം കണക്കെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആളുകളാണ് മനുഷ്യർ. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഉദാഹരണത്തിന് നമ്മുടെ കയ്യിന് ഒരു മുറിവ് പറ്റിയാൽ, എല്ലാ ശരീരഭാഗങ്ങളും, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു വിരലിനൊരു മുറിവ് പറ്റിയാൽ പോലും എല്ലാ ശരീരഭാഗങ്ങളും ഏറ്റവും കുറഞ്ഞത് പനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേദന അനുഭവിച്ചുകൊണ്ടോ മറ്റ് ശരീരാവയവങ്ങൾക്ക് കൂട്ടിയിരിക്കും. ഇതുപോലെ ആയിരിക്കണം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ. നമ്മളെല്ലാവരും ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരം കണക്കെ ഒരൊറ്റക്കെട്ടായി നിൽക്കേണ്ട ആളുകളാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ശരീരം പോലെ ചേർത്തണച്ച് ഒറ്റക്കെട്ടായി എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാവരുടെ കൂടെ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന മനുഷ്യരായിട്ട് മാറണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഉദാഹരണം എങ്ങനെയാണ്? മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പോലെയാണ്. ഒരു തൂണിന് എന്തെങ്കിലും പറ്റിയാൽ മറ്റു തൂണുകളൊക്കെ പൊളിഞ്ഞു വീഴും. ഇതുപോലെ പരസ്പരം താങ്ങായി തണലായി നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ. നമ്മുടെ എല്ലാ വ്യത്യാസങ്ങളും മറന്ന് രാഷ്ട്രീയമായ മതകക്ഷി ഭേദമന്യേ എല്ലാവരും പരസ്പരം സഹകരിച്ച് നിൽക്കേണ്ട ആളുകളാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വചനം ഇങ്ങനെയാണ്: തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ പരസ്പരം നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. ഈ ഒരൊറ്റ ആയത്തിനെ, ഈ ഒരൊറ്റ സൂക്തത്തെ കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, നല്ല കാര്യങ്ങളിൽ എല്ലാ മനുഷ്യരും പരസ്പരം സഹകരിക്കണം. എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ മുഴുവനും നമ്മൾ സഹകരിക്കണം. ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരാൾക്ക് ഒരു സദഖ ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ എന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഒരാൾ പോലും ഇന്നേ വരെ ലോക ചരിത്രത്തിൽ സ്വതക്ക ചെയ്ത് മുടിഞ്ഞു പോയിട്ടില്ല. സ്വതക്ക ചെയ്തത് കൊണ്ട്, മറ്റൊരാളെ സഹായിച്ചത് കൊണ്ട് സമ്പത്തില്ലാതായി പോയ ഒരാളില്ല. അപ്പൊ യൂസുഫ് അലിയൊക്കെ എത്രയോ കോടികളാണ് അദ്ദേഹം സക്കാത്തായിട്ടും സ്വതക്കയായിട്ടൊക്കെ നൽകുന്നത്. ഇതുവരെ അദ്ദേഹം കോടീശ്വര പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടില്ല. അപ്പൊ റസൂൽ പറയുന്നുണ്ട്, മാ നഖസത്ത് സ്വതഖത്തു മിൻ മാലിൻ. നിങ്ങളൊരാൾക്ക് സ്വതക്ക കൊടുത്തു എന്നതുകൊണ്ട്, നിങ്ങളൊരാൾക്ക് ദാനം ചെയ്തു എന്നതുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് യാതൊരുവിധ കുറവുണ്ടാകുന്നില്ല. കാരണം സ്വതക്ക എന്ന് പറയുന്നത് സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു സംഗതിയാണ്. അപ്പോ ഇവിടെ നടക്കുന്നത് സ്വതക്ക അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ റിലീഫ് എന്നാണ് നമ്മൾ പറയാം. റിലീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ അർത്ഥം ആശ്വാസം എന്നാണ്. നമ്മൾ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കുമ്പോൾ അത് ആശ്വാസമാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മൾ 1 രൂപയായിരിക്കും കൊടുക്കുന്നുണ്ടാവാം, പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം കൈമാറുന്ന ഒരു വലിയ ദൗത്യത്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഇപ്പോ സ്വതക്ക എന്ന് പറയുമ്പോൾ സ്വതക്ക വാങ്ങുന്നവനെ ഒരിക്കലും അപഹസിക്കാത്ത വിധം ഏറ്റവും കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഖുർആൻ പറയുന്ന ഒരു വലിയ ആശയം. ഒരിക്കലും പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാൻ പറ്റും, സ്വതക്ക കൊടുത്തിട്ട് അത് എടുത്തു പറയുന്ന ആൾ. ഉദാഹരണം, ഞാൻ ഒരാൾക്ക് സ്വതക്ക കൊടുത്തു, എന്നിട്ട് ഞാൻ പറയാണ്, ഞാനേ ഓനക്ക് കഴിഞ്ഞ റമളാനിൽ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ എടുത്തു പറയുന്ന സ്വതക്ക കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഖുർആനിന്റെ നിലപാട്.
അപ്പൊ അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി അത്രത്തോളം കൃത്യമായി അയാളുടെ അഭിമാനത്തെ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാത്ത വിധം, അപഹസിക്കാത്ത വിധമായിരിക്കണം നമ്മൾ എന്ത് ചാരിറ്റി കൊടുക്കുമ്പോഴും ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊക്കെ കാണാറുണ്ട്, പൊതുവെ ചാരിറ്റി കൊടുക്കുമ്പോൾ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് ഞങ്ങൾ വലിയ നന്മമരങ്ങളാണെന്നൊക്കെ പറയുന്ന പരിപാടി. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറ്റാണ്. ഒരിക്കലും നമ്മൾ ആ വാങ്ങുന്ന ആളുടെ ആത്മാഭിമാനത്തെ പിച്ച് ചീന്താൻ പാടില്ല. മാത്രമല്ല, പ്രവാചകന്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ ഇങ്ങനെ വന്നു, എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വളരെ പാവപ്പെട്ട ആളാണ്, എന്നെ സഹായിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം. അപ്പൊ പ്രവാചകർ ചെയ്ത ഒരു സംഗതി, റസൂലുള്ളാഹി അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ടുണ്ട്, അയാളെ നമുക്ക് സഹായിക്കണം, നിങ്ങൾ എല്ലാവരും വീട്ടിൽ എന്തൊക്കെയുണ്ടോ, എന്തെങ്കിലും ചെറിയ ചില്ലറ പൈസ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏറ്റു വരാം. അങ്ങനെ ഒരുപാട് ആളുകൾ പണവുമായിട്ടൊക്കെ വന്നു. അങ്ങനെ പ്രവാചകർ ആ പണം മുഴുവനും സമാഹരിച്ച് ഇയാൾക്ക് കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് റസൂലുള്ള ചെയ്തത്, ഈ പണം ഉപയോഗിച്ചിട്ട് അയാളോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു മഴു വാങ്ങിക്കൊണ്ടുവരണം. നീ പോയിട്ട് എന്ത് ചെയ്യണം? ഒരു മഴു വാങ്ങിക്കൊണ്ടുവരണം. ഈ പൈസ കൊണ്ട് നീ വാങ്ങേണ്ടത് ഒരു മഴുവാണ്, ഒരു കോടാലിയാണ്. എന്നിട്ട് അയാൾക്ക് ഈ പൈസ കൊടുത്തു. അയാൾ ഒരു കോടാലിയുമായിട്ട് വന്നു. എന്നിട്ട് പ്രവാചകർ ആ കോടാലി ഇദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, നിങ്ങൾക്ക് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല, അതുകൊണ്ട് ഈ മഴു കൊണ്ട് നിങ്ങൾ പോയിട്ട് കാട്ടിൽ പോയി വിറക് വെട്ടി അങ്ങനെ നിങ്ങൾ സ്വയം അധ്വാനിച്ച് ജീവിക്കണം. ഇതാണ് ആ ഒരു സംഭവം. ഈ സംഭവത്തെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറയുന്നത്, ഒരാൾക്ക് 1000 രൂപ കൊടുക്കും, അയാൾക്ക് അടുത്തുള്ള 1000 രൂപ കൊടുക്കും. ശരിക്കും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സ്വതക്ക എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അയാൾക്ക് നമ്മൾ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ആ ഒരു ദാരിദ്ര്യ പട്ടികയിൽ നിന്ന് ദാരിദ്ര്യ പട്ടികയിൽ നിന്ന് കുറച്ചും കൂടി സമ്പന്നതയിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചാരിറ്റികളൊക്കെ. അല്ലാതെ കേവലം നമ്മൾ എടുത്തു പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി കൊടുക്കുന്നതല്ല ശരിക്കും സ്വതക്ക. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന സമ്പത്ത് അയാളെ സ്വയം പര്യാപ്തനാക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കണം. അയാൾക്ക് സ്വാഭാവികമായിട്ടും അയാളുടെ ആ ദാരിദ്ര്യത്തിന്റെ ആ ഒരു ചുറ്റുപാടിൽ നിന്ന്, നമ്മൾ പറയും വിശ്വ സർക്കിൾ ഒക്കെ ഇംഗ്ലീഷ് പറയും, ആ ഒരു വിഷമവൃത്തത്തിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ കഴിയുന്ന തരത്തിൽ ആ സ്വതക്ക അയാളെ സ്വയം പര്യാപ്തനാക്കണം. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വതക്കകളും സക്കാത്തുകളും അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. നമ്മുടെ പദ്ധതികളൊക്കെ ആ തരത്തിലാണ് ഉണ്ടാവേണ്ടത്. ഇപ്പൊ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഈ ഭൂമിയിലുള്ള മനുഷ്യരോട് കരുണ കാണിക്കൂ, മനുഷ്യരോട് എന്നല്ല എല്ലാ ജീവജാലങ്ങളോടും നിങ്ങൾ കരുണ കാണിക്കൂ. യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ള ആൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കരുണ കാണിക്കും. ഈ ഒരു വിശ്വാസത്തിന്റെ ബലത്തിലാണ്, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റമദാൻ മാസത്തിൽ ഒരുപാട് ആളുകളെ സഹായിക്കുന്നത്, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മറ്റുള്ളവരെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങുന്നത്. അപ്പൊ നമ്മുടെ നിയ്യത്ത് ഫസ്റ്റ് നന്നാക്കണം. നമ്മൾ എന്തിനാണ് സ്വതക്ക ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ കാര്യങ്ങളും നിയ്യത്തുകൊണ്ടാണ്. നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്താലും നമ്മുടെ ഇന്റൻഷൻ, നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെയൊക്കെ ദൈവത്തിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ പോലും നമ്മുടെ നിയ്യത്ത് നന്നാക്കുക, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂലി തരാം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ബേസിക്കലായിട്ട് നമ്മൾ സ്വതക്കയെ കുറിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് ചില ആളുകൾക്ക് സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ പണക്കാരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും, 2 തലം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വതക്ക എന്ന് പറയുന്നത് കേവലം സമ്പത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ശരിക്കും സ്വതക്ക. പ്രവാചകർ സ്വതക്കയെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുന്ന വളരെ ദീർഘമായ ഹദീസുകളുണ്ട്. അതിലൊക്കെ പറയുന്നത് തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വതക്ക, സ്വതക്കയുടെ ഇനങ്ങളാണ്. നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വതക്ക നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സ്വതക്ക, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതക്കയാണ്. ഏറ്റവും നമുക്കറിയാം, പുഞ്ചിരി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്വതക്കയാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ റസൂൽ പറയുന്നുണ്ട്. വാഹനത്തിൽ ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ വാഹനത്തിൽ ഒരാൾക്ക് ഇടമില്ലെങ്കിൽ അയാൾക്ക് ഇടം കൊടുക്കുന്നത് സ്വതക്കയാണ്. നമ്മൾ ലിഫ്റ്റ് കൊടുക്കാനൊക്കെ പറയല്ലോ, ആ ലിഫ്റ്റ് കൊടുക്കുന്നത് സ്വതക്കയാണ്. ഒരാളെ വഴി തെറ്റി വന്ന ഒരു മനുഷ്യർക്ക്, ഇപ്പൊ വഴി തെറ്റി ആരെങ്കിലും വന്നാൽ അവിടൊക്കെ നമ്മുടെ ഉദ്ദേശം ശരിയാവണം. ഈ വഴി തെറ്റി വന്ന മനുഷ്യർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത് അത് സ്വതക്കയാണ്. ഒരാൾക്ക് വെള്ളമില്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നത് സ്വതക്കയാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പ്രവാചകർ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞൊരു ഉദാഹരണമാണ്, അംറുക ബിൽ മഅറൂഫി വ നഹ്യുക അനിൽ മുൻകരി ലക സ്വതക്ക. നീ ഒരാളോട് നല്ല കാര്യം കൽപ്പിക്കുന്നത്. ഇപ്പൊ ഒരാൾ ഇങ്ങനെ നടക്കുമ്പോൾ അയാളോട് പറയാണ് ഈ അത് ചെയ്യടാ, അല്ലെങ്കിൽ ഒരാൾ കള്ളുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പറയാം അത് ചെയ്യലടാ എന്ന് പറയുന്ന ആ ഒരു വർത്തമാനം പോലും സ്വതക്കയാണ്. വ ഖൗലുകൽ മഅറൂഫു ലക സ്വതക്ക,
നല്ല വർത്തമാനം. ഇപ്പൊ ഒരാൾ വളരെ വിഷമത്തിൽ നിൽക്കുകയാണ്, നമ്മൾ അയാളോട് വളരെ ചേർത്ത് നിർത്തിയിട്ട് രണ്ട് നല്ല വാക്ക് പറയുന്നത്, രണ്ട് നല്ല വർത്തമാനം പറയുന്നതും സ്വതക്കയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്വതക്കകളുണ്ട്. അപ്പൊ നമ്മൾ പൈസ ഇല്ല എന്ന് കരുതിയിട്ട് മറ്റു സ്വതക്കുകളുടെ ഇനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഒരിക്കലും പ്രവാചകന്റെ അടുത്തേക്ക് പാവപ്പെട്ട ആളുകൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, പൈസക്കാരായ ആളുകൾ മുഴുവൻ കൂലി ഇങ്ങനെ കൊണ്ടുപോവാണ്, ഒരു സ്വതക്ക് കൊടുത്ത് സ്വർഗത്തിലേക്ക് നമ്മളൊക്കെ മുന്നേ പോകും. അപ്പോഴാണ് റസൂൽ അത് പറഞ്ഞു കൊടുത്തത്, അങ്ങനൊന്നുമില്ല, സ്വതക്ക് പൈസ കൊടുക്കാനില്ലാത്ത മനുഷ്യർക്കും സ്വതക്ക ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, അയാളോട് കുറച്ചു നേരം നല്ല വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുക, ഇതൊക്കെയും സ്വതക്കയാണ്. ഇപ്പൊ ഇതിൽ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഒരു ഖുർആനിക ആയത്ത്, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഒന്നാമത്തെ പാർട്ട്, നന്മയിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മയിൽ സഹകരിക്കുക എന്നുള്ള പ്രോസസ്സാണ്. ഇനി വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. ഇന്നിപ്പോ നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സഹകരണം ഉള്ളത്, സോളിഡാരിറ്റി ഒക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് തെറ്റായ കാര്യങ്ങളിലായിരിക്കും. ഇപ്പൊ ഗ്യാങ്ങുകൾ, നല്ല കാര്യങ്ങൾക്ക് ഗ്യാങ്ങുകൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ ചുരുക്കമാണ്. ഇപ്പൊ ഇതന്നെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരു പക്ഷേ ഇതിനേക്കാളും നല്ല നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ ആളുകൾ ഉണ്ടാകും. അപ്പൊ മനുഷ്യന്റെ ഒരു ചായു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തിന്മയോടാണ്. അപ്പോൾ അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സഹകരിക്കരുത്, പ്രത്യേകിച്ച് ലഹരി പോലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലടക്കം ഒരുപാട് കുട്ടികൾ, നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായാലും മറ്റുമൊക്കെ അഡിക്ഷന്റെ പുറകെയാണ്. ഇപ്പൊ പലതരത്തിലുള്ള അഡിക്ഷൻ, ഒരിക്കൽ ഒരു മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയിരിക്കും, ഗെയിം അഡിക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ പലതരത്തിലുള്ള അഡിക്ഷനിലൂടെ വളർന്നു വന്നിരിക്കുന്ന ഒരു ജെൻസി തലമുറയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ 2000-ന് ശേഷമൊക്കെ ജനിച്ച മക്കൾ, 2K കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ നന്നാക്കി എടുക്കേണ്ടത് എന്നുള്ളത് ഇതുപോലത്തെ ഒരു പാരന്റൽ മീറ്റിംഗ് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാൻ ഗഫൂർക്ക് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ടോ, അവരുടെ കൂട്ടായ്മ തആവുൻ അല്ലെങ്കിൽ തളാമുൻ, അവരുടെ ഈ ഒരു സംഘം എന്ന് പറയുന്നത് നന്മയുടെ വഴിയിലാണോ അതല്ല തെറ്റായ ദിശയിലേക്കാണോ ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ കുറേ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കൊടുത്തു, ഫ്രീഡത്തിന്റെ ലോകമാണെന്ന് പറഞ്ഞ് സർവ്വവിധ സ്വാതന്ത്ര്യവും തുറന്നു കൊടുത്തു. അവസാനം നമ്മുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോകുമ്പോൾ നമ്മളിങ്ങനെ അന്താളിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മളൊരു പാരന്റ് എന്നുള്ള രീതിയിൽ, നമ്മളൊരു മുതിർന്ന വ്യക്തി, ഒരു മുതിർന്ന പൗരൻ എന്ന രീതിയിൽ നമ്മുടെ മക്കളെ ധാർമ്മികമായും നൈതികമായിട്ടും നല്ല ദിശയിലേക്ക് നയിക്കേണ്ട കടമ നമുക്കാണ്. അപ്പൊ അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, നല്ല കൂട്ടത്തിലേക്ക്, നല്ല രീതിയിലേക്കൊക്കെ നമ്മുടെ മക്കളെ കൈപ്പിടിച്ച് നടത്തേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾ എന്ന രീതിയിൽ, മുതിർന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. നമ്മൾ വെറുതെ കുട്ടികളെ ഇങ്ങനെ കളിയാക്കിയത് കൊണ്ടോ അവരെ 2K കിഡ്സ് എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ടുകൊണ്ടോ കാര്യമില്ല. കാരണം നമ്മുടെ മക്കളാണ്, അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും കടമയും നമ്മുടെ ഭാഗത്താണ്. അപ്പൊ അത് മനസ്സിലാക്കി അവരെ വളരെ സ്നേഹത്തോടു കൂടി, ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹം കിട്ടാത്തത് കൊണ്ട്, സ്നേഹരാഹിത്യം കൊണ്ടാണ് പല കുട്ടികളും പിടുത്തമിട്ട് പോകുന്നത്. ഒന്നുകിൽ വീട്ടിൽ അവരെ കേട്ടിരിക്കാൻ ഒരാളില്ല, വീട്ടിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പരിഗണിക്കാനോ ആൾക്കാരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഗ്യാങ്ങുകളിലേക്ക് അവരിങ്ങനെ കൂട്ടം തെറ്റിപ്പോകും. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നാണ് എല്ലാവിധ കാര്യങ്ങളും തുടങ്ങേണ്ടത്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ക്വാളിറ്റി ടൈം, ഭാര്യയുടെ കൂടെ വർത്താനം പറഞ്ഞിരിക്കുക, മക്കളുടെ കൂടെ സംസാരിച്ചിരിക്കുക, തമാശകൾ പറഞ്ഞിരിക്കുക, ഈ ഒരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വീട്ടിൽ നടപ്പിലാക്കിയാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളൊക്കെ നല്ല ദിശയിലേക്ക് വരും. അത് സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾ നമ്മളോട് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ നമുക്കറിയാം, യൂസുഫ് നബിയുടെ കഥയുണ്ട് ഖുറാനിൽ. യൂസുഫ് നബി ഒരു സ്വപ്നം കണ്ടപ്പോൾ, ജോസഫ് എന്നൊക്കെ നമ്മൾ ബൈബിളിലൊക്കെ പറയുന്ന യൂസുഫ് നബി ഒരു സ്വപ്നം കണ്ടപ്പോൾ ഫസ്റ്റ് വന്ന് പറഞ്ഞത് ഉപ്പാനോടാണ്, വേറെ ആരോടല്ല പറഞ്ഞത്, ഫസ്റ്റ് വന്ന് പറഞ്ഞത് ഉപ്പാനോടാണ്. അപ്പൊ ആ ഒരു പാരന്റിങ് ശൈലിയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുന്ന ഒരു അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ, സൈക്കോളജിയിൽ അങ്ങനെയാണ് അതിന് പറയാം. ഞാൻ വലിയ എന്തോ ആണ്, ഞാനാണ് രാജാവ്, ആ രീതിയിലുള്ള രീതിയൊക്കെ മാറ്റിയിട്ട് കുട്ടികളോട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയി അവരെ കേട്ട് അവരോട് തുറന്നു സംസാരിക്കുന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കണം. അപ്പൊ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മക്കള് ഫുള്ള് MDMA ഒരുപാട് സാധനങ്ങളുണ്ട്. അത്രത്തോളം നമ്മുടെ നാട്ടിൽ പോലും അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ തീവ്രത മനസ്സിലാക്കുന്നത്. ഇപ്പൊ കൽപ്പഞ്ചേരിയിൽ ഒരാൾ ഉമ്മാനെ കൊന്നു, അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൽപ്പഞ്ചേരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് ബൈക്കിൽ യാത്ര ചെയ്യാനുള്ള ദൂരമുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇവിടൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് അറിയും. ഒരുപക്ഷെ നാളെ നമ്മുടെ വീട്ടിലേക്കും കടന്നു വരാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിനകത്ത് അത് കടന്നു വന്നിട്ടുണ്ടാകാം.
അത് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴാണ് നിങ്ങളൊരു നല്ല രക്ഷിതാവായി മാറുന്നത്. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കുക, മക്കളോട് എല്ലാ വിഷയങ്ങളും സംസാരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കൗമാരത്തിന്റെ യുവത്വത്തിന്റെ ചാബല്യങ്ങൾക്കിടയിൽ തെറ്റുപറ്റുക സ്വാഭാവികമാണ്. അപ്പൊ നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടാകാം. പക്ഷെ ആ തെറ്റ് പറ്റിയാലും അത് തുറന്നു പറയാനുള്ള ഒരു ഇടം, ഒരു സ്പേസ് നമ്മുടെ വീട്ടിലുണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുട്ടികൾ കൂട്ടം തെറ്റി തെറ്റായ ഗ്യാങ്ങുകളിലേക്കാകുന്നോ പോകുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരോട് കൂടുതൽ സംസാരിച്ച് അവരോട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരൊറ്റ ആയത്തിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വലാ തആവനു അലൽ ബിർരി വത്തഖ്വ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക. ഇത്തരം കൂട്ടായ്മകൾ, സ്വതക്കകൾ പോലെയുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും നന്മ വരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ നല്ല സമൂഹത്തിന് ഗുണപരമായ കാര്യങ്ങളിൽ നമ്മൾ പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സഹകരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ദിശയിൽ കുട്ടികളുടെ കൂട്ടുകെട്ടിനെ പരിശോധിക്കണം, കുട്ടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പരിശോധിക്കണം. അതിനൊക്കെ മുമ്പ് നമ്മളെ കുറിച്ചൊരു പരിശോധന നടത്തണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം, സെൽഫ് ഇവാലുവേഷൻ വേണം. നമ്മൾ മക്കളോട് പറയാണ് വീട് വലിക്കരുത്, നമ്മുടെ ചുണ്ടിൽ അപ്പോൾ ഒരു സിഗരറ്റും കുറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ആ ഒരു ഉപദേശത്തിനർത്ഥം? അപ്പൊ അങ്ങനെ ഒന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്വയം നന്നായാൽ മാത്രമാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവരെ ശാസിക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ളത്. ഒരു കഥയുണ്ട്, ഗാന്ധിജിയെ കുറിച്ചും പലരെ കുറിച്ചും ആ കഥ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഗാന്ധിജി നോക്കാം. ഗാന്ധിജിയുടെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, കുട്ടിയെ കൂട്ടിയിട്ട് ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, ഇവൻ പഞ്ചസാര നന്നായിട്ട് കഴിക്കുന്നുണ്ട്, മധുരം നന്നായി കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ, എന്നിട്ട് ഞാൻ ഇവരെ മാറ്റി തരാം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കുട്ടിയുമായിട്ട് രക്ഷിതാവ് വന്നു, അമ്മ വന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇനി മുതൽ പഞ്ചസാര ഉപയോഗിക്കരുത്, മധുരം ഉപയോഗിക്കരുത്, മധുരം കൂടുതൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അമ്മ ഗാന്ധിയോട് ചോദിച്ചു, എന്താണ് ഗാന്ധി, ഇതേ കാര്യം നിങ്ങൾക്ക് ഒരാഴ്ച മുന്നേ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഒരാഴ്ച മുന്നേ വരെ ഞാനും നന്നായി മധുരം ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു, ഞാനും നന്നായി പഞ്ചസാര അടിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഞാനത് നിർത്തിയത് കൊണ്ടാണ് എനിക്ക് ഈ കുട്ടിയെ ഉപദേശിക്കാനുള്ള അവകാശം ഉണ്ടായത്. ഈ കാര്യം നമ്മളൊക്കെ ഉൾക്കൊള്ളണം. അപ്പോൾ മക്കളെ ഉപദേശിക്കുമ്പോഴൊക്കെ ഈ ഒരു ബേസിക് ഗൈഡ് ലൈൻ ഒക്കെ നമ്മൾ പാലിക്കണം. കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. മോഡലിംഗ് എന്ന് പറയാം. കുട്ടികളെ നമ്മൾ അനുകരിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ രണ്ട് കാര്യം, നന്മയിൽ നമ്മൾ സഹകരിക്കണം, തെറ്റായ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും സഹകരിച്ചുകൂടാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ, ഏറ്റവും ചെറിയൊരു തോതിലെങ്കിലും നമുക്കതിൽ പങ്കാളികളാകാനുള്ള തൗഫീഖ് നൽകട്ടെ. കാരണം പല തുള്ളി പെരുവെള്ളം, നമ്മൾ ചെറിയൊരു സഹായം ചെയ്താൽ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ പൈസ കൊടുക്കുന്നത് പോലും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അത് വലിയ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പൈസക്കാരനായാലേ സ്വതക്ക കൊടുക്കൂ എന്നുള്ള ദുർഭാഷകളൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ കാര്യമാണെങ്കിലും നമ്മളെ കൊണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാം. അതാണ് പ്രവാചകന്റെ മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ഷൈഅ. ചെറിയ ഒരു കാര്യത്തെ പോലും നിങ്ങൾ നിസാരമാക്കരുത്. ഒറ്റ കാര്യത്തെയും, ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യത്തെയും നമ്മൾ നിസാരമാക്കരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ പുഞ്ചിരിക്കുന്നത് ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതിനെ പോലെ നീ നിസാരാക്കരുത്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ ഒരു കൊട്ടാരം പണിയാൻ നമുക്ക് സാധിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യം കൊണ്ട് ഞാൻ ഈ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.